ഇപ്പോൾ വിറ്റിട്ടുള്ള ചുരുക്കം ചില കടലാസുകളിൽ നിന്നാണ് കുറെ ബിംബങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണത്. ഇതിലെ ഒരു സങ്കടം, ഇതിൽ പലരും ജനമധ്യത്തിൽ ഇന്നലെ വരെ സുന്ദരന്മാരായി നടന്നവരാണ്. ഞാനടക്കമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവർക്കൊക്കെ ഒരു വീരപരിവേഷം, നായക പരിവേഷം ഉണ്ടായിരുന്നു. ഈ പുറത്ത് വീണുടഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, അവരിൽ പലരെയും എനിക്ക് വളരെ അടുത്ത ദേഹബന്ധമുള്ളവരാണ്. വളരെ ചിലരുടെ കൃതികൾക്ക് അവതാരിക എഴുതുക എന്ന ദൗർഭാഗ്യമോ ഭാഗ്യമോ ഉണ്ടായിട്ടുള്ളവരുമാണ് ഇത്. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് നോവലായ മദാം ബോവറിയിലെ ഒരു വാചകമാണ്. 96 വയസ്സായി എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. പക്ഷെ ആകും ഡിസംബർ 13 96. ഡിസംബർ 13 ഇന്നും സ്മൃതിഭ്രംശമൊന്നുമില്ല. ജീവിതത്തിൽ ഇതുവരെയും ഇരുന്ന് സംസാരിച്ചിട്ടില്ല, നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുക. സ്മൃതിഭ്രംശമില്ല. ഞാൻ കോളേജിൽ ചേർന്ന കൊല്ലമാണ് ഈ പുസ്തകം വായിച്ചത്. ധാരാളം വായിക്കുന്ന ഒരു ചേട്ടൻ. അതിലെ ഒരു വാചകം, ഞാൻ ഈ ഓർമ്മയെക്കുറിച്ച് പറയാൻ ഇതൊന്നും എഴുതി വെക്കാറില്ല, നോട്ട് കുറിക്കാറില്ല. അതിലൊരു വാചകം അന്ന് ഹൃദയത്തിൽ കൊത്തി വെച്ചിരിക്കുന്നു. ഡോണ്ട് ടച്ച് യുവർ ഐഡൽസ്. നിന്റെ ബിംബങ്ങളെ നീ തൊട്ടു നോക്കരുത്. The guilt will stick to your fingers. അതിൻ്റെ പൂച്ചി നിന്റെ കൈവിരലിൽ ഒട്ടി നിൽക്കും. കാരണം നീ സ്വർണബിംബമാണെന്ന് വിചാരിച്ച നിന്റെ ഈ ആരാധനാപാത്രങ്ങൾ സത്യത്തിൽ വെറും ചെമ്പോ ഈയമോ കാരിരുമ്പോ ആയിരിക്കാം. പുറമേ കാണുന്ന ആ സ്വർണ്ണ നിറം വെറും പൂച്ചാണ്. ഡോണ്ട് ടച്ച് ഇറ്റ്. ദൂരത്തിൽ നിന്ന് കണ്ടാൽ മതി. ആ വിഗ്രഹങ്ങളാണ് ഇവിടെ ഉടഞ്ഞ് വീണത്. നിത്യവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത്, ഇന്ന് അദ്ദേഹം പോയി, മറ്റേയാൾ കോടതിയിൽ കേസിലാണ്, ഇയാൾ ഇന്നും അല്ലെങ്കിൽ ഇന്നോ നാളെയോ വീഴും എന്നൊക്കെയാണ്.